നമസ്കാരം. അപ്പൊ നമ്മളിതിപ്പോ പോകാൻ പോകുന്നത് ത്രിമൂർത്തികളുടെ വീട്ടിലാണ്. ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ബിജുക്കുട്ടൻ, സലീം കുമാർ, ദിലീപേട്ടൻ, അതായത് ജനപ്രിയ നായകനായ ദിലീപേട്ടൻ, ഇവരെ 3 പേരുടെയും വീട് കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും അകത്ത് കയറാൻ പറ്റില്ല, പുറത്തുനിന്നായാലും വീഡിയോ എടുത്തിട്ട് ഞാൻ വരുള്ളൂ. അപ്പൊ പോയിട്ട് അപ്പൊ ഇന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് തുരുത്തിപ്പുറം, എറണാകുളം ജില്ലയിലെ പറവൂർ ഇപ്പുറത്തുള്ള തുരുത്തിപ്പുറം എന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബിജുക്കുട്ടന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് റോഡ്, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പൊ ബിജുക്കുട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു വലിയൊരു പള്ളിയുണ്ട്, സെന്റ് ലൂയിസ് ചർച്ച്. എന്തായാലും വലിയൊരു പള്ളി തന്നെയാണ് അത് തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ബിജുക്കുട്ടന്റെ വീട്ടിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രമുണ്ട്, അമ്പലമുണ്ട്. അദ്ദേഹത്തിന്റെ വീട് ഇവര് അണ്ടിപ്പള്ളിക്ക് ആ ഭാഗത്താണ്. ആ ജംഗ്ഷനിൽ തിരിഞ്ഞു പോകണം, ഇതാണ് അണ്ടിപ്പള്ളിക്ക ജംഗ്ഷൻ. അതായത് പറവൂരത്താണ് മൂത്തുന്ന റൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അണ്ടിപ്പള്ളിക്കാവ് ജംഗ്ഷനിലെത്തി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോയാൽ മതി. അതല്ല മൂത്തുനിന്ന് പറവൂർക്കുള്ള റൂട്ടാണെന്നുണ്ടെങ്കിൽ പോകുന്നവഴി ഇടത്തോട്ടുള്ള വഴി, അതായത് അണ്ടിപ്പള്ളിക്കാവ് ജംഗ്ഷൻ ഇടത്തോട്ടുള്ള വഴി. ശരിക്കും കോമഡിയുടെ ഒരു തമ്പുരാൻ തന്നെയാണ് ബിജുക്കുട്ടൻ ചേട്ടൻ. ബിജുക്കുട്ടൻ ചേട്ടൻ ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്ന ബ്രേക്ക് ബിജു എന്നാണ്. കാരണം ഡാൻസിൽ ഭയങ്കര സംഭവമായിരുന്നു ബിജുക്കുട്ടൻ ചേട്ടൻ. ഞാൻ ആ ട്യൂബിലൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും നാട്ടുകാരുടെ സ്വന്തം ബ്രേക്ക് ബിജുവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡിയിലും ഡാൻസിലും ഭയങ്കര സംഭവമായിരുന്നു. അപ്പം നമ്മുടെ കോമഡിയുടെ തമ്പുരാനായ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ വീട് ഇതാണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമൊന്നുമില്ല, എന്നാലും നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് പോവാം. ഇതാണ് ബിജുക്കുട്ടന്റെ വീട് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തുരുത്തിപ്പുറം മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പോകേണ്ടത് സലീം കുമാറിന്റെ ഉള്ളിലേക്കാണ്. നമുക്ക് എന്തായാലും അകത്ത് കയറി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റും തോന്നണില്ല, എന്നാലും പുറമേ ഒന്ന് വീട് കണ്ടിട്ട് പോവാം. അതിനുശേഷം നമ്മൾ പോകുന്നത് ജനപ്രിയ നായകനായ ദിലീപേന്റെ ഉള്ളിലേക്കാണ്. എന്തായാലും നമുക്കൊക്കെ അവിടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന്. വീഡിയോ എങ്ങനെ പകർത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല, എന്തായാലും പോയി നോക്കാം. അപ്പോൾ സലീം കുമാറിന്റെ വീട്ടിലേക്ക് പോകണ വഴിക്കാണ് ചക്കുമരശ്ശേരി എന്ന് പറഞ്ഞ വലിയൊരു ക്ഷേത്രം. അപ്പോൾ സലീം കുമാറിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി, അതായത് മൂത്തുവനത്തുനിന്ന് പറവൂരേക്ക് പോകുന്ന റൂട്ടാണ് പറയുന്നത്. അവിടുന്ന് റൈറ്റ് സൈഡിലായിട്ട് രുചി ഹോട്ടലുണ്ട്. വളരെ ടേസ്റ്റ് കൂടി നല്ല ഭക്ഷണങ്ങളാണ്. എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ഹോട്ടലാണ്. അവിടെയും കൂടി നിങ്ങൾ കയറുക. അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഒരു ആലമ്മാവ് എന്ന് പറയുന്നൊരു ജംഗ്ഷൻ എത്തും. ആലമ്മാവ് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ആലമ്മാവ് ജംഗ്ഷൻ എത്തിക്കുമ്പോൾ മൂത്തുവനത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഇടത്തോട് തിരിയുമ്പോഴാണ് ഈ പറഞ്ഞ റോഡ്. അവിടെ നിന്ന് കുറച്ച് ദൂരം പോകുമ്പോഴാണ് സലീം കുമാറിൻ്റെ വീട്. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. ഏകദേശം സലീം കുമാറിൻ്റെ വീട് എത്താറായി. തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ക്ഷേത്രം ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് അകത്തേക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല, എന്നാലും പുറമെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വീടാണ് സലീം കുമാറിൻ്റെ വീട്. അടിപൊളി വീടാണ് ഒന്നും പറയാനില്ല. അപ്പോൾ സലീം കുമാറിൻ്റെ വീട് വളരെ മനോഹരമായൊരു വീടാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുൻപോട്ട് പോകണം. ആഹാ, വീട് നോക്കി എന്ത് ഭംഗിയാണ്. എന്തായാലും വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമൊന്നും വാങ്ങിയിട്ടില്ല, എന്തായാലും പുറമേ നിന്ന് കണ്ടിട്ട് പോവാം. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പേരാണ് നീണ്ടൂർ രാമകുളങ്ങര ഭഗവതി ക്ഷേത്രം. നീണ്ടൂർ രാമകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് പേര്. എന്തായാലും സലീമേട്ടനൊക്കെ വീണ്ടും തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും തൊട്ടടുത്താണ്. ആഹാ, എന്താ വൈബ് നോക്കിയ ക്ഷേത്രം. എന്തായാലും സലീം കുമാറിൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് നീണ്ടൂർ രാമകുളങ്ങര ഭഗവതി ക്ഷേത്രം. സ്ലോലി കണ്ടോ.
വീട് അടിപൊളിയാണ്, അടിപൊളി സെക്ഷനാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ദിലീപേട്ടൻ, അതായത് ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി കരുമാലൂർ, അതായത് വടക്കൻ പറവൂർ എന്ന് വരുമ്പോൾ കരുമാലൂർ എന്ന് പറയുന്ന ഭാഗത്തെത്തി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ശരിക്കും നമ്മളെ എന്താണ് ഞാറ് നടുന്നത്, അതായത് കണ്ടം. ഇതിന് മുമ്പ് ഇവിടെ പാടമായിരുന്നു, ഇനിയിപ്പോൾ പുതിയ ഫ്രഷായിട്ട് വീണ്ടും അവർ നട്ട് വളർത്തിക്കൊണ്ടുവരുന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാടം നല്ല മനോഹരമായ കാഴ്ചയ്ക്കാണ് കാണാവുന്നത്. എന്തായാലും നമുക്ക് പോകുന്ന വഴി അത്യാവശ്യം കാഴ്ചകളും ഒത്തിരി കടകളൊക്കെ ഉണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം നമുക്കിവിടെ. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ആലുവയ്ക്കാണ്, അതായത് ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ വീടിനകടാണ്. എന്തായാലും വീട് നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും എന്ത് സംഭവിച്ചാലും ദിലീപേട്ടൻ്റെ വീട് പുറത്തുനിന്നായാലും നമ്മൾ ഒന്ന് വീഡിയോ പകർത്തും. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്, അതായത് ദിലീപേട്ടൻ്റെ വീടെത്തുന്നതിന് മുമ്പായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു കോളേജാണ്. ഒത്തിരി നടന്മാരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി സിനിമകളുടെ ഷൂട്ട് ഇവിടെ നടക്കാറുണ്ട്. അതായത് UC കോളേജ് എന്നാണ് വളരെ ചുരുക്കത്തിൽ പറയുന്നത് ഈ കോളേജിൻ്റെ പേര്. ഒത്തിരി കലാകാരന്മാരെ ഈ ഒരു കോളേജിൽ നിന്ന് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക്. അപ്പോൾ നമ്മൾ ആലുവ മണപ്പുറത്ത് തിരികെയാണ്. നല്ല വൈബാണ് ഇവിടെയൊക്കെ. ആലുവ ശിവരാത്രി മണ്ഡപമുണ്ട്, ക്ഷേത്രമുണ്ട്, സൂപ്പർ വൈബാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ ഏത് ഭാഗത്താണ് ദിലീപേട്ടൻ്റെ വീട് എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നല്ലൊരു വൈബാണ് നിലവിൽ. നല്ല കാറ്റും അതിനോടൊപ്പം തന്നെ ആലൊക്കെ ഉണ്ട്, ഇവിടെ ആൽമരമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഭാഗ്യം തന്നെയാണ്, ക്ഷേത്രവും ശിവക്ഷേത്രം കാണാൻ പറ്റുന്നത്. നിലവിൽ ഇതൊക്കെ തിരക്ക് കുറവാണ്, ചില സമയങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ആൽമരമൊക്കെ ഉണ്ട് നിലവിൽ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. ഇതിലെ നേരെ കയറി കഴിഞ്ഞാണെങ്കിൽ പാലം കടന്നപ്പുറം ചെന്നാലും മാത്രമേ നമ്മുടെ ദിലീപേട്ടൻ്റെ വീട് കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു വശവും നമുക്ക് നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു വൈബാണ്, എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു വൈബാണ്. ഒരു നാച്ചുറൽ, എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ആവശ്യത്തിന് കാറ്റ്, അതോടൊപ്പം തന്നെ ക്ഷേത്രം. ഈ ഒരു സ്റ്റെയർ കേസ് കയറി അപ്പുറം പോയി കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ വീടെത്തും. പോയോക്കാം. സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു, പാലം കണ്ടായിരുന്നു, പാലം. അതെ ദിലീപിൻ്റെ അടുത്തണം. ഗംഭീര പാലം ഉണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അവിടെ ചേച്ചി ഫോൺ വിളിച്ചിട്ട് ഇത് ഇവിടെയല്ല ദിലീപേട്ടൻ്റെ വീടെന്ന് ചോദിക്കണം. അപ്പോഴാണ് ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞത്. അതായാലും വളരെ മനോഹരമായൊരു വൈബാണ്. തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന നല്ലൊരു വൈബായിരിക്കും. ഒത്തിരി കെട്ടിടങ്ങളും തൊട്ടടുത്തായിട്ട് നല്ല കാറ്റും അതിനോടൊപ്പം നല്ല തണൽ, ചില ആൽമരങ്ങളും ഒത്തിരി വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രം ഇവിടെ നിന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് നോക്കി നോക്കാം. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. സൂപ്പർ. ഒന്നും പറയാനല്ല. എന്തായാലും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഭംഗി, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഭംഗി സൂപ്പർ. ഒന്നും പറയാനല്ല. നമുക്ക് സഞ്ചരിക്കാം. എടുക്കൂല, പേടിക്കണ്ട. അലങ്ക പറയുന്ന സമയത്ത് അവിടെ ഒരു ഗേൾ ഫ്രണ്ടാണോ കാമുകയാണെന്ന് അറിയില്ല, രണ്ടുപേരും ഇരിപ്പട്ടായിരുന്നോ. അവരോടാണ് ഞാൻ പറഞ്ഞത് വലിയ പാർക്കുന്നുള്ള കാര്യം പറഞ്ഞതാണ്. എന്തായാലും പോയോക്കാം. ക്ഷേത്രവും പിന്നെ പുഴയും ഒത്തിരി വൃക്ഷങ്ങളും നല്ല കാറ്റൊക്കെ ഉണ്ട്. എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉച്ച സമയത്തൊക്കെ അത്യാവശ്യം നല്ല തണലുള്ള സ്ഥലങ്ങൾ. എന്തായാലും നമ്മൾ കവർ ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും പാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പെരിയാർ പാലസ്, ആ പാലസിന്റെ തൊട്ടടുത്താണ് ദിലീപേൻ്റെ വീട്. വലിയൊരു ഗേറ്റൊക്കെ ആയിട്ടുള്ളതാണ്. ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശിക്കാനുള്ളൊരു സംഭവമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കാണാം. ഇതാണ് വീട്. എന്തായാലും നമുക്ക് അകത്തേക്കൊന്നും പ്രവേശിക്കാനുള്ളൊരു ഇതില്ല, സാധ്യതയില്ല. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ മാത്രം പറ്റും. അപ്പോൾ ഈ പാലം കയറി കഴിഞ്ഞതിനപ്പുറം പെരിയാർ പാലസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതാണ് വീട്. സൂം ചെയ്ത് കാണിച്ചു തരാം. അല്ലാതെ നമുക്ക് അടുത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അകത്തേക്ക് പ്രവേശിക്കാനും പറ്റില്ല. അപ്പോൾ ഇന്നൊരു ക്ഷമ പറയണം. കാരണം ഒത്തിരി പ്രതീക്ഷകളായിട്ടാണ് നമ്മൾ ഓരോ നടന്മാരുടെ വീട്ടിലേക്ക് പോയത്. പക്ഷെ നമുക്ക് മുഴുവനായിട്ട് അകത്ത് കയറി കവർ ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ്